ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പുംപുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചച്ചെമ്മീനും മാങ്ങയും കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നതെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് 5-6 ചുവന്നുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2-3 പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് ഒന്ന് വഴറ്റാം. അതൊന്ന് ചെറുതായിട്ട് ചുമന്ന് വരട്ടെ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചുമന്ന് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തൊരു 30 സെക്കൻഡ് ഒന്ന് എണ്ണയിലിട്ട് വഴറ്റണം. അതിനുശേഷം കഷ്ണങ്ങളാക്കി ആ മാങ്ങ ചേർത്തിട്ട് അത് ഒരു 10 സെക്കൻഡ് അതിലിട്ട് വഴറ്റാം. ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും ചേർത്ത് കൊടുക്കണം. ഞാൻ തേങ്ങാപ്പാൽ ഇവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയുടെ ആദ്യത്തെ പാലും 2ാം പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2ാം പാല് 1.5 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. ആദ്യത്തെ പാല് 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് അവസാനമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. മാങ്ങയൊക്കെ വെന്ത് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വരുമ്പോഴാണ് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ചെമ്മീൻ ഇതുപോലെ ഇളക്കിയാലും അങ്ങനെ ഉടഞ്ഞു പോകുമൊന്നുമില്ല. ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ചാറ് കുറുകണം. ഇപ്പോൾ ചാറൊക്കെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ്. ഇതൊഴിച്ച് ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കാവുന്നതാണ്. ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടെയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം കാണിച്ചു തരാം. എന്താ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ പച്ചച്ചെമ്മീനും മാങ്ങയും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.